75, 35 എന്നീ സംഖ്യയിൽ 5ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഓക്കെ മക്കളെ, 75, 35 എന്ന സംഖ്യയിൽ അഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ 2 അഞ്ചുകളുണ്ട് ആണോ? സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം മക്കളെ, ഈ 5ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 500 ഈ 5ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 500 - 5 495 ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ സ്ഥാനവിലകൾ അതിന് ഇംഗ്ലീഷിൽ പ്ലേസ് വാല്യൂ എന്ന് പറയും. സ്ഥാനവില കാണാനുള്ള മാർഗം ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം 0 ഇട്ട് പറഞ്ഞാൽ മതി. ഇപ്പം എനിക്ക് ഈ 5ൻ്റെ സ്ഥാനവിലയാണ് കാണുന്നുണ്ടെങ്കിൽ ഈ 5ന് ശേഷം ഉള്ള സംഖ്യകൾക്കെല്ലാം 0 ഇട്ട് പറഞ്ഞാൽ മതി. കണ്ടോ, 500. കണ്ടോ, ഈ 3ൻ്റെ സ്ഥാനവിലയാണ് കാണുന്നുണ്ടെങ്കിൽ ഈ 3ന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം 0 ഇട്ട് പറഞ്ഞാൽ മതി. എത്രയാ? 30. കണ്ടോ, ഇതാണ് സ്ഥാനവില കാണാനുള്ളൊരു ടെക്നിക്ക്. വേറെ എക്സാമ്പിൾ വേറൊരെണ്ണം പറയാം. നോക്ക്, 27, 43, 58 ഇതൊരു വലിയ സംഖ്യയല്ലേ. ഇതിൽ നമുക്ക് 4ൻ്റെ സ്ഥാനവില കാണാൻ എന്ത് ചെയ്യണം? 4ന് ശേഷം ഉള്ള സംഖ്യകൾക്കെല്ലാം 0 ഇട്ട് പറയണം. 4000. 5ൻ്റെ സ്ഥാനവില കാണാൻ 5ന് ശേഷമുള്ള സംഖ്യകൾക്ക് 0 ഇട്ട് പറയണം. 50. കണ്ടോ, 7ൻ്റെ സ്ഥാനവില കാണാൻ 7ന് ശേഷമുള്ള സംഖ്യകൾക്ക് 0 ഇട്ട് പറയണം. എത്ര? 70,000. അപ്പോൾ ഒരു സംഖ്യയുടെ സ്ഥാനവില പ്ലേസ് വാല്യൂ കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം 0 ഇട്ട് പറഞ്ഞാൽ മതി. ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, ജോസ് കാപ്പൻ എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾ അത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. വേറൊന്നുമില്ല, ടെലഗ്രാം എടുക്കുക, എന്നിട്ട് സെർച്ച് ബാറിൽ ഈ കാണുന്നത് പോലെ ക്യാപിറ്റൽ ലെറ്ററിൽ JOSEKAPPEN എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും, ജോയിൻ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് എല്ലാം മിസ്സാവാതിരിക്കാൻ നിങ്ങളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും, മറക്കണ്ട. അതുപോലെ തന്നെ മക്കളെ, കാപ്പൻസ് ചാറ്റ് എന്ന് പറഞ്ഞൊരു നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ചാനലിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LP UP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുകൊണ്ട് 10th ലെവൽ 12th ലെവൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക്